ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈനാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. പിന്നെ അത് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് ജനറൽ സർവീസ് ചെയ്യണം, അതേപോലെ തന്നെ വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് ചെക്കപ്പ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, സ്ലോ സ്പീഡ് ചെക്കപ്പ്, പാസ് ലൈറ്റ്, സൈഡ് സ്റ്റാൻഡ് വെൽഡിങ്, ഇതൊക്കെയാണ് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയാൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയ സ്പോക്കറ്റാണ്, ചെറിയതായിട്ട് ലൂസായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 13.25 അതിൻ്റെ വോൾട്ട് കാണിക്കുക. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. നമുക്ക് എന്നാൽ പോലും നമുക്ക് ജനറൽ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ ചെക്ക് ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ വരുന്ന ഈ വാഷും അതിൻ്റെ ഓറിങ്ങും കൂടി മാറണം കേട്ടോ. കാരണം ഓയിൽ സ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഓറിങ് മാറാത്തത് കൊണ്ട് ആ സൈഡ് ലീക്ക് ഉണ്ട്. അത് വാഷും ഓറിങ്ങൊക്കെ ഒരു തവണ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തവണ അത് അഴിച്ച് മാറ്റി കളയുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറയുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചത് ക്ലിയർ ചെയ്തിട്ട് ഇടും കേട്ടോ. അതേപോലെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വണ്ടിക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഓട്ടത്തിൽ ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അതെല്ലാം കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റാണ്. അപ്പോൾ നമ്മളത് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിനകത്ത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട്. സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ സ്ലോ ജെറ്റ് മാറ്റണം. കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. വാക്യൂം കണ്ടീഷനൊക്കെ ചെറിയ തേമാനമുണ്ട്. തൽക്കാലം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഷൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാർബേറ്റർ ട്യൂണിങ് വലിയൊരു പ്രോബ്ലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്നൊക്കെ ട്യൂൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും നമുക്ക് ക്ലീൻ ചെയ്ത് മാക്സിമം ആ വലിയ കംപ്ലയിൻ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏകദേശം സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. അതിനകത്ത് നമുക്ക് ഈ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മിസ്സിങ് അങ്ങനത്തെ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് അഴിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാർബേറ്റർ ക്ലീനർ അതിൻ്റെ സർവീസ് ചാർജൊക്കെ അഡീഷണലാണ് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഏകദേശം നമുക്കൊരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കും. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. എസ്റ്റിമേറ്റ് വീഡിയോ സഹിതം ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം.